ഞാനിപ്പോൾ വളരെ കൗതുകകരമായ ഒരു സ്ഥലത്താണ്. ഇത് ബംഗാളിലെ നാദിയ ജില്ലയുടെ ഭാഗമായ കൃഷ്ണനഗറിലെ ഗുർമി എന്ന സ്ഥലമാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കളിമൺ ശില്പികളിൽ ചിലരുടെ നാടാണ്. ഈ പ്രദേശം അതിയാഥാർത്ഥ്യമായ മാതൃകകൾ നിർമ്മിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയതാണ്. അതായത് അവർ നിർമ്മിക്കുന്ന മാതൃകകൾ യഥാർത്ഥ ജീവിതത്തോട് വളരെ സാമ്യമുള്ളതായിരിക്കും. ഞാനിപ്പോൾ ഇവിടുത്തെ ഏറ്റവും മികച്ച ശില്പിയുടെ വർക്ക്ഷോപ്പിലാണ്. അദ്ദേഹത്തിന്റെ പേര് സുബീർ പാൽ എന്നാണ്. അദ്ദേഹം ഒരു ദേശീയ അവാർഡ് ജേതാവാണ്. ഇത് അദ്ദേഹത്തിന്റെ വർക്ക്ഷോപ്പാണ്. ദാദാ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളിത് പറയൂ, നിങ്ങൾ ഉണ്ടാക്കിയ ഈ മാതൃകകൾ ഇത്രയും റിയലിസ്റ്റിക് ആയി എങ്ങനെയാണ് നിർമ്മിച്ചത് എന്നോർത്ത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതെ, നോക്കൂ, ഞങ്ങളുടെ കൃഷ്ണനഗർ റിയലിസ്റ്റിക് വർക്കുകൾക്ക് പേര് തേട്ടവാണ്. എൻ്റെ അച്ഛനും മുത്തച്ഛനും എല്ലാവരും ഇതേ ജോലിയായിരുന്നു ചെയ്തിരുന്നത്. അതിൽ നിന്നാണ് ഞാനും പഠിച്ചത്. അതായത് ആളുകളുടെ യഥാർത്ഥ ജീവിതം കാണിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനാൽ എത്രത്തോളം റിയലിസ്റ്റിക് ആക്കാൻ കഴിയുമോ അത്രത്തോളം ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. നിങ്ങൾ 1-2 എണ്ണം ഞങ്ങളെ കാണിക്കൂ. നമുക്ക് മമത ദീദിയെ നോക്കാം. ഇലക്ഷൻ സീസൺ ആണല്ലോ. ഇതെങ്ങനെയാണ് നിർമ്മിച്ചതെന്ന് ഞങ്ങളുടെ കാഴ്ചക്കാർക്ക് ഒന്ന് വിശദീകരിച്ചു തരുമോ? അതെ, മമത ദീദിയെ 2011 മുമ്പാണ് ഞാൻ നിർമ്മിച്ചത്. അന്ന് അവർ മുഖ്യമന്ത്രി ആയിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർ നമ്മുടെ ബംഗാളിൽ അധികാരത്തിൽ വരുമെന്ന്. ആ ഒരു കണക്കുകൂട്ടലിലാണ് ഞാനിത് നിർമ്മിച്ചത്. അതുകൊണ്ട് ഇന്നും അത് ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങളുടെ കൈവശമുണ്ട്. അതിൻ്റെ ഒരു വലിയ പ്രതിമയും അവിടെ വെച്ചിട്ടുണ്ട്, ശ്രീയുടെ കുന്നിനടുത്ത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുകൊണ്ട് അവരോട് ഒരു പ്രത്യേക സ്നേഹവും ഇഷ്ടവുമുണ്ട്, ഒരു വിശ്വാസമുണ്ട്. കാരണം അത്രയധികം യാത്ര ചെയ്ത് അവർ രാഷ്ട്രീയത്തിൽ വരികയും TMC പാർട്ടിയെ കെട്ടിപ്പടുക്കുകയും ചെയ്തു. കളിമണ്ണിന്റെ കുറച്ച് സാധനങ്ങൾ കൂടി ഞങ്ങളെ കാണിക്കൂ. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം. മമതാജി ഇവിടേക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. പക്ഷേ ഇത്തവണ BJPയുടെ വളരെ ശക്തമായ ഒരു വെല്ലുവിളി ഇവിടെയുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇല്ല, നോക്കൂ, BJP ശരിയാണ്, ശക്തമാണ്. പക്ഷേ ഞങ്ങൾ കരുതുന്നത് ഞങ്ങളുടെ ബംഗാളിൽ ദീദി ഉണ്ടാകുമെന്നാണ്. ഞങ്ങളുടെ ബംഗാളിൻ്റെ ഈ അഗ്നികോണ എന്ന് ഞങ്ങൾ ഇതിനെ പറയുന്നു. BJP പറയുന്നു, നിങ്ങളെപ്പോലുള്ളവർക്ക്, തൊഴിലാളികൾക്ക്, കരകൗശല വിദഗ്ധർക്ക് ഒരുപാട് കേന്ദ്ര പദ്ധതികളുണ്ട്. അത് മമതാജി നടപ്പാക്കാൻ അനുവദിക്കുന്നില്ല. ഇല്ല, നോക്കൂ, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് അത്രയധികം മനസ്സിലാകില്ല. ഞങ്ങൾ പറയുന്നത് ഏത് പാർട്ടി വന്നാലും അത് ഞങ്ങളുടെ ലക്ഷ്യമല്ല. ലക്ഷ്യം ഇതാണ്: നമ്മുടെ രാജ്യത്തിന് പുരോഗതിയും അഭിവൃദ്ധിയും ഉണ്ടാകണം, നമ്മുടെ രാജ്യം വികസിക്കണം. ഇതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മിന്മയോട് ഇതിൽ കൂടി ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് ഈ കളിമൺ വിഗ്രഹത്തിന്റെ അൺപാക്കിംഗ് കാണാൻ കഴിയും. ഇവ തീർച്ചയായും ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിർമ്മിച്ചതാണ്. അവ ദുർബലവുമാണ്. കാരണം അവയുടെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് ഇവിടുത്തെ തനിമ കാണാൻ കഴിയും. നിങ്ങൾക്ക് നിർമ്മിച്ചിരിക്കുന്ന തരം ശില്പങ്ങൾ നോക്കാം. ഇതെന്താണെന്നും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഞങ്ങൾക്ക് ഒരു ധാരണ നൽകാൻ ഞാൻ സുബിതയോട് ആവശ്യപ്പെടും. ദാദാ, ആദ്യം ഇതെന്താണെന്ന് പറയൂ, പിന്നെ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഇതെങ്ങനെയാണ് നമ്മുടെ പ്രശസ്തമായ കാളിദേവി ഇല്ലേ, ഇത് കാളിപൂജയുടെ സമയത്താണ് കൂടുതൽ വിറ്റുപോകുന്നത്. പിന്നെ ദക്ഷിണേശ്വർ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, പ്രശസ്തമായ ക്ഷേത്രമാണ്. അതിൻ്റെ ഒരു രൂപമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ താക്കൂർ രാമകൃഷ്ണജിയും ഉണ്ട്. അങ്ങനെ ഇതെല്ലാം ചേർത്തൊരു ദൃശ്യം ഉണ്ടാക്കി. എനിക്കിപ്പോൾ നിങ്ങളോട് ചോദിച്ചറിയാനുള്ളത് എന്തെന്നാൽ, നിങ്ങൾ ഒരുപാട് വർഷങ്ങളായി ജോലി ചെയ്യുകയാണ്. നിങ്ങൾ 2ാം തലമുറയിലാണെന്നാണ് എൻ്റെ വിചാരം. നിങ്ങളുടെ അച്ഛനും ഇതുതന്നെയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ ഉണ്ടാക്കുന്നത്, എനിക്കുറപ്പാണ്, ഇത് വളരെ സൂക്ഷ്മമായ ഒരു സാങ്കേതിക ജോലിയാണ്. ഒരു 10 വർഷം മുൻപുണ്ടായിരുന്ന നിങ്ങളുടെ ബിസിനസ്സും ഇന്നത്തെയും തമ്മിൽ എന്ത് വ്യത്യാസമാണ് വന്നിട്ടുള്ളത്? അത് പോസിറ്റീവായാണോ അതോ നെഗറ്റീവായാണോ? എന്താണ്? നോക്കൂ, നെഗറ്റീവും പോസിറ്റീവുമായ 2 വശങ്ങളുമുണ്ട്. നെഗറ്റീവ് എന്തെന്നാൽ ഇവിടുത്തെ കലാകാരന് അത്രയധികം ഡിമാൻഡ് ഉണ്ട്, പക്ഷെ അത്രയും പ്രൊഡക്ഷൻ നടക്കുന്നില്ല. ഡിമാൻഡിനനുസരിച്ച് പ്രൊഡക്ഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ പഠിക്കാൻ സ്കൂളോ കോളേജോ ഒന്നുമില്ല. എവിടെ നിന്ന് പഠിക്കും? അപ്പോൾ അത് ഇവിടെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതിന് പുറമെ ഒരു മ്യൂസിയവും വേണം. അവിടെ നമ്മുടെ ആദ്യ തലമുറ ഉണ്ടാക്കി വെച്ചിട്ട് പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ തലമുറ ഇത് ഉണ്ടാക്കി വെക്കും, അടുത്ത തലമുറ അത് കണ്ടാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് മ്യൂസിയം അത്യാവശ്യമാണ്. പിന്നെ ഇവിടെ സൗന്ദര്യവൽക്കരണവും വളരെ അത്യാവശ്യമാണ്. കാരണം ഈ വിനോദസഞ്ചാര കേന്ദ്രം അത്ര ഹൈലൈറ്റ് ചെയ്യപ്പെട്ടതല്ല. ഇത് ഹൈലൈറ്റ് ചെയ്യപ്പെടണം. കാരണം വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരുപാട് കലാകാരന്മാർ ഇവിടെയുണ്ട്. അതിൻ്റെ വിൽപ്പനയ്ക്കായി ഏതെങ്കിലും സെയിൽസ് എംപോറിയം പോലുള്ളവ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. കാരണം കലാകാരന്മാർ നിലനിന്നാലേ കലയും നിലനിൽക്കുകയുള്ളൂ, അല്ലേ? നിങ്ങളുടെ പേരെന്താണ് ചേട്ടാ? സഞ്ജയ്. സഞ്ജയ് ജി, ആദ്യം ഇതൊന്ന് പറയൂ, എന്താണ് ചെയ്യുന്നത്? ഇത് ഫൈബർ ഗ്ലാസിന്റെ മോഡലാണ്. ശരി, ഇത് ചാലിയിൽ വെക്കേണ്ടി വരും. അതെ, അപ്പോൾ ഇതെന്താണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? ഇത് ആ വിഗ്രഹ പൂജയ്ക്കുള്ള വിഗ്രഹം, ആ വിഗ്രഹത്തിന്റെ ചാലി പശ്ചാത്തലമാണ്.
അതിന്റെ പശ്ചാത്തലമാണ് ഉണ്ടാക്കുന്നത്. പശ്ചാത്തലം ഉണ്ടാക്കുകയാണ്. സഞ്ജയ് ജി, നിങ്ങൾ ഈ ജോലി എപ്പോൾ മുതലാണ് ചെയ്യുന്നത്? 20 വർഷമായി. 20 വർഷമായി. അപ്പോൾ എന്താണ് നിങ്ങളുടെ സ്പെഷ്യാലിറ്റി? എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്? അതായത് എല്ലാം ചെയ്യാറുണ്ട്. അതെല്ലാം ചെയ്യാറുണ്ട്. പിന്നെ ഇത് ഇത്രയും സൂക്ഷ്മമായ ജോലിയാണ്. കാണിക്കൂ, ഇത് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എത്ര സമയമെടുത്തു ദാദാ? ഇതിന് 1-2 ദിവസം എടുക്കും. 1-2 ദിവസം എടുക്കാറുണ്ട്. മണ്ണിൻ്റെതാണ്. ഇത് മണ്ണാണ്. ഇത് ഫൈബർ ഗ്ലാസ്സിലേക്ക് മാറ്റിയതാണ്. ആദ്യം ഇത് മണ്ണ് കൊണ്ടുള്ളതായിരുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം മണ്ണ് കൊണ്ടുണ്ടാക്കുന്നു, അതിനുശേഷം ഇത് ഫൈബർ ഗ്ലാസ്സിൽ ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഇതിൽ നിങ്ങൾ ഈ ചെയ്തിരിക്കുന്നതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? അതായത് കൈകൊണ്ടാണോ ചെയ്യുന്നത്? അല്ല, അത് ബ്രഷ് കൊണ്ടാണ്. ബ്രഷ് കൊണ്ടാണ് ചെയ്യുന്നത്. മനസ്സിലായി, ബ്രഷ് കൊണ്ട്. അപ്പോൾ ഷാരൂഖ് ഖാൻ, മന്നാ ഡേ, അമിതാഭ് ബച്ചൻ, കൂടാതെ ഇവിടുത്തെ നിരവധി ശില്പങ്ങളും നിരവധി വിഗ്രഹങ്ങളും, ഇതെല്ലാം നിങ്ങൾക്കറിയാമോ അദ്ദേഹത്തിന് എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് സുബ്രതായിൽ നിന്ന് ഒരു ധാരണ ലഭിക്കുന്നത് തികച്ചും ആകർഷകമായിരുന്നു. ദിവസാവസാനം ഇതുപോലുള്ള ബിസിനസ്സുകൾ അഭിവൃദ്ധിപ്പെടുകയും അവർക്ക് കൂടുതൽ പ്രചാരണവും കൂടുതൽ പിൻബലവും നൽകുകയും ചെയ്യുകയാണെങ്കിൽ ഇത് ഇന്ത്യയിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലും ഇതിലും മികച്ച രീതിയിൽ പ്രദർശിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു.